പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക കൽപ്പന രാഗേന്ദ്ര ഉറക്കഗുളിക കഴിച്ച നിലയിൽ ആശുപത്രിയിലായി എന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ കാരണങ്ങൾ അല്പസമയത്തിനകം ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിപ്പോൾ ഹൈദരാബാദിലോ മറ്റോ ആയിരുന്നു താമസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൽപ്പനയെ. ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ തന്നെ പാടി ആളുകളെ ആവേശം കൊള്ളിച്ച ഗായികയാണ്. പിന്നീട് തെന്നിന്ത്യയിലെ പല ഭാഷകളിലും ഇവർ പാടി. അപ്പം എനിക്കൊക്കെ വളരെ അടുത്തറിയാവുന്ന, ഞാനും അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് കൽപ്പന ഈ പാടിയിരുന്നത്. അവിടെ ഒരുപക്ഷെ അന്നത്തെ ഈ കൽപ്പനയുടെ നില വളരെ ഗുരുതരമാണ് എന്ന റിപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നു. വെന്റിലേറ്ററിലാണ്. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീനാഥ്, കൽപ്പനയ്ക്ക് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ അവരുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ ഉറക്കഗുളി കഴിച്ചിട്ട് കുറച്ച് സമയമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എന്താണ്? അമിതമായി ഉറക്കഗുളിക കഴിച്ച് തന്നെയാണോ അവർ ഈ മരണത്തിൻ്റെ വഴി തടുക്കാൻ ശ്രമിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എസ് കെ എൻ, ഇപ്പോൾ പോലീസിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉറക്ക ഗുളികൾ അമിതമായി ഇവർ കഴിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിലെ നിസാംപേട്ടിലുള്ള ഒരു ഫ്ളാറ്റിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അവരെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി ഗാർഡ് അടുത്തുള്ള വീട്ടുകാരെ വിവരം അറിയിച്ചു. വാതിൽ തുറക്കാൻ കഴിയാത്തതോടെ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്ന് തുറന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ ഇവരെ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഉറക്ക ഗുളിക അമിതമായി കഴിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഉടനെ വെന്റിലേറ്ററിലേക്ക് അവരെ മാറ്റേണ്ടി വന്നിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഏതായാലും 2 ദിവസം ഈ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തുടരും എന്നതാണ് പോലീസ് പറയുന്നത്. നിർണായകമാണ് അടുത്ത ദിവസങ്ങൾ. ഏതായാലും ചികിത്സ ആശുപത്രിയിൽ തുടരുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് അവർ മുതിർന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല. നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള, നേരത്തെ എസ് കെ സൂചിപ്പിച്ചിട്ട് അടക്കം കേരളത്തിലടക്കം വലിയ ആരാധകരുള്ള ഗായികയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് അവർ മുതിർന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിലില്ല. ചികിത്സയിലാണ് ആശുപത്രിയിൽ ഇപ്പോഴും എസ് കെ. ശ്രീനാഥ്, ഈ കൽപ്പന അവിടെ ഒറ്റയ്ക്കായിരുന്നോ താമസം? എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രാഥമികമായി എസ് കെ ഇപ്പോൾ അവർ ഒറ്റയ്ക്കായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 2 ദിവസമായി അവരെ പുറത്തേക്ക് കണ്ടതുമില്ല. വാതിൽ അടഞ്ഞു കിടന്നു എന്ന് പറയുമ്പോൾ മറ്റാരും അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് സെക്യൂരിറ്റി ഗാർഡ് അടുത്ത വീട്ടുകാരെ വിവരം അറിയിക്കുകയും പിന്നീട് വാതിൽ തുറക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തത്. പിന്നീട് അത് കഴിയാതെ വന്നതോടെയാണ് അവർക്ക് ഒരു പന്തികേട് തോന്നിയതോടെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ വന്ന് വീട് തുറന്ന് പരിശോധിച്ച് അവരെ ഇപ്പോൾ കൊണ്ടുപോയി എന്നതാണ് അവിടുത്തെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അതിലും ഈ തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ ഉള്ളത്. പിന്നീട് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അബോധാവസ്ഥയിലായിരുന്നു ഈ നിമിഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അവിടെ ചികിത്സ ഇപ്പോൾ തുടരുകയുമാണ്. അതീവ ഗുരുതരാവസ്ഥ എന്ന് തന്നെയാണ് പോലീസും ആശുപത്രിയിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നത്. വെന്റിലേറ്റർ സഹായം ഇപ്പോഴും അവർക്ക് ആവശ്യമുണ്ട്. അവർ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് കൽപ്പന. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്നെ അത്ഭുതപ്പെടുത്തിയ, അമ്പരപ്പിച്ച പാട്ടുകാരിയാണ് കൽപ്പന. ഞാൻ ഈ ഏഷ്യാനെറ്റിൽ ശരിക്കും ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ചുമതല വഹിക്കുന്ന ആ കാലത്താണ് കൽപ്പന ഒരു മത്സരാർത്ഥിയായിട്ട് ഇവിടെ രംഗപ്രവേശം ചെയ്തത്. ഈ ഒരു ഗായിക എന്ന നിലയിൽ മാത്രമായിരുന്നു. കൽപ്പന ഓൾറൗണ്ടറായിരുന്നു. മിമിക്രിയും മോണോ ആക്റ്റും എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ അമ്പരന്ന് പോകുന്ന, ഒരുപക്ഷെ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും നല്ല മത്സരാർത്ഥിയായിരുന്നു കൽപ്പന. കൽപ്പന സ്റ്റേജിൽ ആദ്യ പാട്ട് പാടുമ്പോൾ തന്നെ വിധികർത്താക്കൾ തലകുലുക്കിയിരുന്നു. കാരണം ഈ കുട്ടിക്കായിരിക്കും ഇത്തവണ കിരീടം എന്നവർ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം അത്ര വലിയ കരുത്തുറ്റ പെർഫോമൻസാണ് കൽപ്പന കാണിച്ചത്. മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ SPB പോലെ പ്രശസ്തരായ മിക്ക ഗായകർക്കൊപ്പം അവർ വേദിയിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ആലാപന ഭംഗി അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ വളരെ സാധാരണ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന പോലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് കൽപ്പന എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ സങ്കടപ്പെട്ട് തളർന്നു പോകുന്നതും, അതുപോലെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വികാര ജീവി കൂടിയായിരുന്നു കൽപ്പന എന്നാണ്. പിന്നീട് കൽപ്പനയെ ഞാൻ ഒരുപക്ഷെ ഏഷ്യാനെറ്റൊക്കെ വിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലവേഴ്സിലേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചെങ്കിൽ കൽപ്പനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൽപ്പന അത് മാത്രമല്ല, കൽപ്പന അത് അന്ന് എന്തോ പ്രതിഫലം ചോദിച്ചതിൽ കൂടിപ്പോയോ എന്തോ ഒരു പ്രശ്നം കൊണ്ട് കൽപ്പനയെ നമുക്കന്ന് വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൽപ്പന എന്ന് പറയുന്ന ഗായിക അവരുടെ പാട്ടിൽ മാത്രമല്ല മറ്റുള്ള കലാപ്രകടനങ്ങളിലൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം നമ്മളെ അമ്പരപ്പിക്കുമായിരുന്നു. അബോധാവസ്ഥയിൽ അടഞ്ഞുകിടുന്ന ഒരു ഫ്ലാറ്റിലാണ് ശരിക്കും ഈ കൽപ്പനയെ കണ്ടത്. സംശയം തോന്നി സെക്യൂരിറ്റി മറ്റുള്ളവരും തുറന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ കൽപ്പന കിടക്കുന്നുണ്ട്. അമിതമായി അവർ ഉറക്കഗുളിക കഴിച്ചിരുന്നു. ഇപ്പോൾ അവർ ഹൈദരാബാദിലെ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. എന്തായാലും കൽപ്പന അവരുടെ സർഗ്ഗജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്ന, കൽപ്പനയെ ശ്രമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ശ്രോതാക്കൾക്കും ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. കൽപ്പന, തിരിച്ചു വരൂ.